ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. 2024 ഒക്ടോബർ 30 നടന്നൊരു പരീക്ഷയായിരുന്നു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ കാറ്റഗറി നമ്പർ 630/2023 എന്നുള്ളതാണ്. അതിൻ്റെ ചുരുക്കപ്പട്ടിക, അതായത് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കും എന്നുള്ളതാണ് നിലവിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേരള PSCയുടെ ഒരു കമ്മീഷൻ തീരുമാനം. നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയാലോ? യെസ്, നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 25/11/2024 നവംബർ 25 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനം പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ കേരള PSCയിലെ ഹെഡ് ഓഫീസിൽ അവിടെ നടക്കുന്ന യോഗ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന തീരുമാനങ്ങൾ ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷനായിട്ട് പബ്ലിഷ് ചെയ്യുകയും അടുത്ത ദിവസങ്ങളിൽ അതൊരു ഗസറ്റ് നോട്ടിഫിക്കേഷനായിട്ട് ഇറങ്ങുകയും ചെയ്യും. ഓക്കെ, സോ ഏതെങ്കിലും കാറ്റഗറികളിൽ അവർ പുതിയ വിജ്ഞാപനം ഇറക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദ്യം ഈ രീതിയിൽ ഒരു പ്രസിദ്ധീകരണം നടത്തും. അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ കേരള ഗസറ്റ് നോട്ടിഫിക്കേഷനായിട്ട് അത് ഇറങ്ങുകയും 1-2 ദിവസങ്ങൾക്ക് ശേഷം കേരള PSCയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പുതിയ കുറച്ച് തസ്തികകൾ വരുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ജനറൽ റിക്രൂട്ട്മെൻറ്റ് പ്രകാരം നമുക്ക് ആവശ്യമായിട്ടുള്ള അത്ര കാര്യങ്ങൾ കാണുന്നില്ല കേട്ടോ. നമുക്ക് ആവശ്യമായിട്ടുള്ള പോസ്റ്റുകളൊന്നും കാണുന്നില്ല നിലവിൽ. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ സീനിയർ മാനേജർ, ഇതൊക്കെ MBA പോസ്റ്റോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ വേണ്ട ആവശ്യമായിട്ടുള്ള പോസ്റ്റുകളാണ് ഇതൊക്കെ. ദെൻ ഭൂജല വകുപ്പിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ഇത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ്. മിക്കവാറും മെക്കാനിക്കലോ സിവിലോ ആവാനാണ് സാധ്യത, കൂടുതലായിട്ട് സിവിൽ ആവാനാണ് സാധ്യത. സോ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ സിവിൽ എഞ്ചിനീയർ ആയിട്ട് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആയിട്ട് വരാനാണ് ഈ ഒരു പോസ്റ്റിന് സാധ്യത. നമുക്ക് നോക്കാം കേട്ടോ, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ മിക്കവാറും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വരും. ദെൻ ഭൂജല വകുപ്പിൽ ജൂനിയർ ജിയോ ഫിസിസിസ്റ്റ്. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ, നമുക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. പിന്നെ കുറേയൊക്കെ ജനറൽ പോസ്റ്റുകളാണ്. നിങ്ങൾക്ക് ഇതിലൊക്കെ കുറച്ച് ജനറൽ പോസ്റ്റുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഹൈസ്കൂൾ ടീച്ചർ, ആ രീതിയിലൊക്കെയുള്ള കുറച്ച് പോസ്റ്റുകൾ ഇവിടെയുണ്ട്. പിന്നെ എന്താ ഉള്ളത്? യെസ്, പിന്നെ കുറച്ച് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ഉണ്ട് സംസ്ഥാന തലത്തിൽ. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ വിങ് പട്ടികവർഗം. ദെൻ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, അതൊക്കെ എന്താണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. ദെൻ ഡിസ്ട്രിക്റ്റ് വൈസ് ആയിട്ടുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. കോൺസ്റ്റബിൾ ട്രെയിനി, അതൊക്കെ ജനറൽ ആയിട്ടുള്ളതാണ്. NCA റിക്രൂട്ട്മെൻ്റ് ഉണ്ട് സംസ്ഥാന തലം, അതായത് നോ കാൻഡിഡേറ്റ് അവൈലബിൾ. ഏതെങ്കിലും ഒരു തസ്തികയിൽ കാൻഡിഡേറ്റ്സിനെ കിട്ടാത്ത പക്ഷം അവരെന്ത് ചെയ്യും, അതൊരു NCA റിക്രൂട്ട്മെൻ്റ് ആയിട്ട് ഇറക്കും. അപ്പം മെഡിക്കൽ ഉദ്യോഗസ്ഥ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അതൊന്നും നമുക്ക് അത്ര ഉപയോഗപ്രദമാവുന്നതല്ല. സാധാരണ രീതിയിൽ ഇങ്ങനെയൊരു യോഗ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ തസ്തികകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ഒരു പോസ്റ്റെങ്കിലും ഇലക്ട്രിക്കൽ ഉണ്ടാവാറുണ്ട്, അറ്റ്ലീസ്റ്റ് ഇലക്ട്രീഷ്യൻ എങ്കിലും ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ ഒന്നും കാണുന്നില്ല പ്രത്യേകിച്ച്. നമുക്ക് നോക്കാം കേട്ടോ, അടുത്ത ദിവസങ്ങളിലായിട്ട് ഇതിൻ്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരും. അതിനുശേഷം പ്രൊഫൈൽ അപ്ഡേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ നമുക്കൊന്ന് നോക്കാം, അതിൻ്റെ സമയത്ത് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതൊക്കെ ടീച്ചർ പോസ്റ്റുകളാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു വാർത്ത ഇവിടെയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. യെസ്, അത് ഈ പേജിലാണ്. ഈ പേജിൽ അഭിമുഖം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ. ദെൻ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും. ഇത് റാങ്ക് ലിസ്റ്റാണ് കേട്ടോ. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ടെക്നീഷ്യൻ, തിയേറ്റർ ടെക്നീഷ്യൻ 677/2023. ദെൻ ഇതൊക്കെ ജനറൽ ആണ്, ജനറൽ PSCD ആണ്. താഴെ പറയുന്ന തസ്തികകളിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും. ചുരുക്കപ്പട്ടിക കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ലിസ്റ്റാണ്. വ്യാവസായിക വാണിജ്യ വകുപ്പിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ കാറ്റഗറി നമ്പർ 630/2023, അതായത് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ AD പോസ്റ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് മിക്കവാറും ഒരു മാസത്തിനുള്ളിലൊക്കെ, ഒരു മാസമൊന്നും ഉണ്ടാവില്ല, അതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് ഈ യോഗ തീരുമാനം ആയത് കൊണ്ട് തന്നെ മിക്കവാറും വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതായിരിക്കും. ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്ക് മെസ്സേജ് വരുന്നതായിരിക്കും. മനസ്സിലാക്കുക, മെസ്സേജ് വന്ന എല്ലാവരും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടണമെന്നില്ല. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാർക്കൊക്കെ മെസ്സേജ് അയക്കും. ഓക്കെ, എന്നിട്ട് അതിലെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 50 പേരെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന് വിചാരിച്ചോ. ഓക്കെ, മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും ഒക്കെ അടക്കം ഒരു 50 പേരെ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരൊരു 75 പേർക്കെങ്കിലും മെസ്സേജ് അയക്കും. ഓക്കെ, എന്നിട്ട് ഡോക്യുമെൻ്റ് അപ്ലോഡ് കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഷോർട്ട് ലിസ്റ്റ്
അവർ പ്രസിദ്ധീകരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, മെസ്സേജ് വന്നു എന്ന കാരണത്താൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ നിർബന്ധമായും ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാവും എന്ന് വിചാരിക്കരുത് കേട്ടോ. കാരണം കുറേ ഉദ്യോഗാർത്ഥികൾക്ക് ആ ഒരു ധാരണയുള്ളതുകൊണ്ട് അവരെന്ത് ചെയ്യും, എക്സ്പെക്റ്റ് ചെയ്യും, അവർ പ്രതീക്ഷിക്കും, അയ്യോ ഞാൻ ഷോർട്ട് ലിസ്റ്റിൽ വന്നില്ലല്ലോ എന്ന്. ഷോർട്ട് ലിസ്റ്റിന് ശേഷം അവർ വെറുതെ വിഷമിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് കേട്ടോ. സാധാരണയായിട്ട് ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വളരെ വേഗത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും നടക്കാറുണ്ട്. അത്തരത്തിലൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. നിങ്ങൾക്കറിയാം, നിലവിലെ IO പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഇനിയും പൂർത്തിയായില്ല. ഓക്കെ, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഈ വർഷം 2024 ഡിസംബർ വരെ ഉണ്ട്. എന്നിട്ട് കൂടി എന്ത് സംഭവിച്ചു? യെസ്, ഒരു 6 മാസം മുമ്പേ തന്നെ IOയുടെ നോട്ടിഫിക്കേഷൻ വന്നു. അതിൻ്റെ പരീക്ഷ ഫെബ്രുവരി നടക്കാൻ വേണ്ടി പോവാണ് അല്ലേ. യെസ്, അപ്പോൾ അത്തരത്തിൽ വേഗത്തിൽ നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ നടത്തി വേക്കൻസികൾ ഫില്ലാവുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ മെസ്സേജ് ലഭിക്കാൻ സാധ്യതയുണ്ട് ഡോക്യുമെൻ്റ് അപ്ലോഡിൻ്റെ. അതിന് ശേഷം ഒരു 1-2 ആഴ്ചക്കുള്ളിൽ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റും വരാൻ സാധ്യതയുണ്ട്. ഇനി എല്ലാവർക്കും മെസ്സേജ് വരണമെന്നില്ല കേട്ടോ. ഓൾറെഡി നിങ്ങളുടെ 1 ടൈം വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ അപ്ലോഡ് ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് മെസ്സേജ് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് അങ്ങനെ വിചാരിക്കരുത്, സാർ എനിക്ക് മെസ്സേജ് വന്നിട്ടേ ഇല്ല, അപ്പം എനിക്ക് ഇത്ര മാർക്കുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് വരാത്തത്, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങളുടെ 1 ടൈം വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് നോക്കാം. യെസ്, പിന്നെന്താ, വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ടേണറിൻ്റെ അതിൻ്റെയും ഷോർട്ട് ലിസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ദെൻ ജൂനിയർ ഇൻസ്ട്രക്ടർ സ്റ്റെനോഗ്രാഫർ അതും വരും. പിന്നെന്താ, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് എന്താ, കർഷകക്ഷേമ വകുപ്പിൽ മെക്കാനിക് കാറ്റഗറി നമ്പർ 449. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ 25-ാം തീയതിയിലെ PSCയുടെ യോഗ തീരുമാനമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ. ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളെ അറിയിക്കാമെന്ന് വെച്ചിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സോ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്